ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളർത്തുന്ന മീനെ പിടിക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ 100-200 മീനുകളുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം എപ്പോഴും പപ്പ പറയും, നമ്മൾ ജർമ്മനിയിലായിരുന്നപ്പോൾ മീനുണ്ട് മീൻ പിടിച്ചു, മീൻ വറുത്തു എന്നൊക്കെ. അപ്പം ഞങ്ങൾ പറയായിരുന്നു, പപ്പ ഞങ്ങൾ വന്നിട്ടും പിടിച്ചിട്ട് വറുത്ത് തരണം കിട്ടുന്നു. അപ്പം ഇന്ന് പപ്പ പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ് കേട്ടോ. അപ്പോൾ ആ പെരുമഴയിൽ ചൂണ്ടയൊക്കെ എടുത്ത് മീനെ പിടിക്കാൻ ഇറങ്ങി പപ്പായും ചേട്ടായും കൂടെ. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മീൻ വന്ന് കൊത്താൻ വേണ്ടിയിട്ട്. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, കുറേ നേരം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് മീനെങ്കിലും നമുക്ക് കിട്ടിയത്. എന്നിട്ട് പിന്നെ നമ്മളെങ്ങനെയാണ് അതിന് തീറ്റ എന്താ ചൂണ്ടയിൽ വെച്ച് കൊടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് നന്നായിട്ട് അത്രയും കട്ടിയായിട്ട് കുഴച്ചിട്ട് ചൂണ്ടയിൽ വെച്ച് കൊടുത്തു. ചൂണ്ടയിൽ വെച്ച് കഴിയുമ്പോൾ മീൻ വന്ന് കൊത്തും. നല്ല നമുക്കൊരു 12-13 മീനുകളെ കിട്ടി. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ മീനിൻ്റെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൊച്ചത് ആദ്യമായിട്ട് കാണുന്നതാണ്. അവന് വലിയ ജീവനുള്ള ഇങ്ങനെ പിടയ്ക്കുന്ന മീനുകൾ നമ്മൾ ജർമ്മനിയിൽ നമുക്ക് ഫ്രീസറിൽ വയ്ക്കുന്ന മീനും കഷ്ണം മുറിച്ച് തരുന്ന മീനും ഒക്കെ ആണല്ലോ. അപ്പോൾ അവൻ്റെ ആദ്യ സീനാണ് ലൈവായിട്ട് മീനെ കടിക്കണം തിന്നണം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്തൊരു മീനിൻ്റെ ചുണ്ട് മുറിഞ്ഞു പോയതുകൊണ്ട് പപ്പ അതിനെ സെപ്പറേറ്റ് മുറ്റത്തേക്ക് ഇട്ടു കേട്ടോ. അവനെ നമുക്ക് മറ്റൊരു കൂടെ ഇടണ്ട, അത് ചത്തു പോകുമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ റയനാണെങ്കിൽ പപ്പ ഇട്ട ആ സ്പോട്ടിൽ തന്നെ അവനവിടെ കുനിഞ്ഞിരുന്ന് മീനെ എടുത്ത് മറ്റുള്ള മീനിൻ്റെ കൂടെ ഇട്ടു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അയ്യോ പാവം മീനമ്മ, അതിന് ശ്വാസം കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ്, പിടയ്ക്കുന്നുണ്ട് ചത്തുപോകുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ വേഗം അത് കണ്ടോ ഈ നിലത്ത് കിടക്കുന്ന മീനെ എടുത്ത് പിടിക്കും. ഞാൻ ഓർത്തില്ല, അവനെടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നായിരുന്നു ഞാൻ ഓർത്തേ. എടുത്ത് വെച്ചിട്ട് വേഗം കൊണ്ടത് ആ വെള്ളത്തിലേക്ക് ഇട്ടു. ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഇവനെയെല്ലാം നല്ല സൂപ്പറായിട്ട് വറുത്ത് കഴിച്ചു.